ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ 194 കോടി രൂപ അനുവദിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ഇത്തവണ ലഭിക്കും. മെയ് 24 മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. കൊച്ചി മെട്രോയുടെ ഇലക്ട്രിക് ബസ്സുകൾ വാടകയ്ക്ക് നൽകുന്നു. മെട്രോ കണക്ട് ഫീഡർ സർവീസിന്റെ ഭാഗമായുള്ള AC ഇലക്ട്രിക് ബസ്സുകളാണ് ചാർട്ടർ സർവീസ് അടിസ്ഥാനത്തിൽ മാസ വാടകയ്ക്ക് നൽകുന്നത്. കമ്പനികളിലെ ജീവനക്കാർ, വിവിധ സംഘങ്ങൾ, നഗരത്തിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന കുടുംബങ്ങൾ എന്നിവർക്ക് കൊച്ചി മെട്രോയുടെ സ്റ്റേഷനിൽ നിന്ന് അനുവദനീയമായ ദൂരത്തിൽ ചാർട്ട് ചെയ്ത ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ബസ്സുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായി KMRLന്റെ ഓഫീസിൽ അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടിയുള്ള ബുക്കിംഗ് KMRL ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മെട്രോ സ്റ്റേഷൻ പരിസരത്ത് നിന്നോ മുട്ടം ഇലക്ട്രിക് ബസ് ഡിപ്പോയിൽ നിന്നോ 60 കിലോമീറ്റർ ദൂരം വരെ വൺ വേ സർവീസ് നടത്താം. ഒരു ദിവസം പരമാവധി 8 മണിക്കൂറാണ് അനുവദനീയമായ സമയം. ദിവസം 24,000 രൂപയാണ് വാടക നിരക്ക്. 120 കിലോമീറ്റർ പിന്നിടുന്ന പക്ഷം ഓരോ കിലോമീറ്ററിനും 100 രൂപ വീതം ഈടാക്കാം. ഒരു മാസത്തിൽ കൂടുതൽ ബസ്സുകൾ ആവശ്യമുള്ളവർക്ക് 10% ഡിസ്കൗണ്ടും നൽകും. ആദ്യ ചാർട്ടർ സർവീസ് ചൊവ്വാഴ്ച മുതൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയാണ് ജീവനക്കാർക്കും രോഗികൾക്കുമായി ബസ് സർവീസ് ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. +2 പരീക്ഷാഫലം വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലവും മന്ത്രി പ്രഖ്യാപിക്കും. പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് www.results.kite.kerala.gov.in അല്ലെങ്കിൽ www.prd.kerala.gov.in എന്നിവ വഴി ഫലം പരിശോധിക്കാം. ഈ വെബ്സൈറ്റുകൾക്ക് പുറമെ സഫലം 2025 PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോലീസ് SI, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകൾക്കുള്ള പ്രാഥമിക പൊതുപരീക്ഷയുടെ ആദ്യഘട്ടം മെയ് 24 ശനിയാഴ്ച നടക്കും. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമായതായി PSC അറിയിച്ചു. ആദ്യഘട്ടം പരീക്ഷ എഴുതുന്നത് 2,25,369 പേരാണ്. അഡ്മിഷൻ ടിക്കറ്റ് വെബ്സൈറ്റിൽ തയ്യാറായിട്ടുണ്ടെന്ന് PSC അറിയിച്ചു. രണ്ടാം ഘട്ടമായി ജൂൺ 28-ന് പരീക്ഷ നടത്തും. അവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂൺ 17-ന് ശേഷം പ്രൊഫൈലിൽ ലഭിക്കും. 2 ഘട്ടത്തിനും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷാ സമയം. അഡ്മിഷൻ ടിക്കറ്റിന്റെ പ്രിന്റും അംഗീകൃത തിരിച്ചറിയൽ രേഖയുടെ അസലുമായി ഉദ്യോഗാർത്ഥികൾ കൃത്യം 1:30 മുമ്പ് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അറബിക്കടലിൽ നാളെ രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച മഴ ദുർബലമാകുമെങ്കിലും വെള്ളിയാഴ്ചയോടെ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വെള്ളിയാഴ്ച പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. നാളെ ന്യൂനമർദ്ദമായി രൂപാന്തരം പ്രാപിച്ച വടക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.